Speak English fluently with the guidance of a mentor. Join English House today and improve your English through online one-on-one sessions with a personal trainer. Book a free trial session today. 8714672927. WhatsApp now. ഇനി നിനക്ക് എന്നെ കാണണമെന്നില്ലേ? ഇല്ല. അങ്ങനെയല്ല, ഉണ്ടെന്ന് പറ. ഉണ്ട്. എന്നാ ഇങ്ങോട്ട് വാ. കേസ് ഇപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെ ഇടിച്ചു നിൽക്കുകയാണ്. അതങ്ങോട്ട് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേട്ടൻ വന്നതെന്തായാലും നന്നായി. ഐ നീഡ് മോർ ഇൻഫർമേഷൻസ്. എന്ത് ഇൻഫർമേഷൻ ആണ്? ഒരു മിനിറ്റ്. എന്തായി ചേട്ടാ? കണ്ടോ? കണ്ടു. അവളൊരു വെട്ടുകത്തിയെടുത്ത് തന്നെ ആശ പൂശുന്നു വെട്ടി. ചീറ്റി ഒഴികെ ചോര അവളുടെ മുഖത്ത് ചിത്രപ്പണികൾ തീർത്തു. എന്തൊക്കെയാട്ടാ പറയണേ? എടി, ഞാൻ ആ സംഗീതയെ സ്വപ്നം കണ്ടെന്ന്. ഹലോ ഹലോ, ഞാൻ എന്തിനിപ്പോ നിങ്ങൾ അങ്ങോട്ട് വിട്ടത്? ആ കമലഹാസനെ പിടിക്കാൻ, അല്ലാതെ എവിടെയെങ്കിലും പോയി ഉറങ്ങാനും വല്ലവരെ സ്വപ്നം കാണാനും അതിന്റെ കഥ വന്ന് എന്റെ അടുത്ത് പറയാനും അല്ല. നിനക്ക് അവിടെ ഇരുന്ന് ഓരോന്നും പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് പേടിയാണ് ഗായത്രി. എടി, ഞാനൊരു കാര്യം പറയാട്ടാ. പറഞ്ഞു തൊലക്കി. ഞാൻ പറയണത് മോള് സമാധാനമായിട്ട് കേൾക്കണം. നമ്മളിങ്ങനെ 50-50 ചാൻസ് എടുക്കുന്നതിന് പകരം ആ സംഗീത ഇപ്പോൾ നേരിട്ട് കണ്ട് ഉള്ള കാര്യം തുറന്ന് പറഞ്ഞ് കമലഹാസനെ പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ലൊരു എമൗണ്ട് നമുക്ക് ചോദിച്ചു വാങ്ങാം. എന്നിട്ട് അത് മോളുടെ പേഴ്സിലോട്ട് വെക്കണതല്ലേ ബുദ്ധി. വിജയ് ചേട്ടാ, നമ്മളെ കമലഹാസനെ കണ്ടുപിടിച്ചില്ലെന്നിരിക്കും, നമുക്ക് പൈസ കിട്ടിയില്ലെന്നിരിക്കും, ഇക്ക നമ്മളെ പുറത്താക്കിയെന്നിരിക്കും, ചിലപ്പോ നമ്മൾ പട്ടിണി കിടന്ന് ചത്തെന്നിരിക്കും. എന്നാലും എത്തിക്സ് വിട്ട് കളിക്കാൻ ഗായത്രി കിട്ടില്ല. പക്ഷെ ഗായു, ഞാൻ പറയണമെന്ന് എനിക്ക്. ഹലോ, Vijesh, you can catch him da. എവിടെ നോക്കിടാ പോണ? സോറി അണ്ണാ, തൂറാമുട്ടി ഓടിയാണ്. ഞാൻ ഇപ്പൊ തൂറിയാന. നീ ബാഗ് എടുത്ത് തന്നിട്ട് പോയാ മതി. അയ്യോ ഇല്ല അണ്ണാ, കുനിയാൻ പറ്റൂല, സീനാണ്. ബാഗ് എടുത്ത് തരാതെ നീ ഇവിടുന്ന് പോവോ? ഡേയ്, മുട്ടിയെന്നുള്ളതൊക്കെ ശരി തന്നെ. നീ ഇവിടെ കിടന്ന് കൂടുതൽ ഷോ അടിക്കില്ല, മനസ്സിലായ? ഇതേ ഏരിയ ഇത്തിരി പെശകാണ്. ഇവിടെ എന്നെ അറിയാത്തതോ ഞാൻ അറിയാത്തതോ ആയിട്ട് ഒരു കുഞ്ഞുങ്ങളും ഇല്ല, കേട്ടാ? വരല്ലേ വരല്ലേ. അനിയാ നിൽ. എന്ത്? നീ ഇപ്പൊ എന്തോന്നാ പറഞ്ഞ? അതൊന്നൂടെ പറടാ. വരല്ലേ വരല്ലേ. അതല്ല, പിന്നെ നിന്നെ അറിഞ്ഞൂടാത്തവരോ നിനക്ക് അറിഞ്ഞൂടാത്തവരുമായിട്ട് ആരും ഇവിടെ ഇല്ലെന്ന് നീ പറഞ്ഞു. അതിനിപ്പോ എന്തോന്നാണ്? നിനക്കൊരാളെ കാണിച്ചു തരാൻ പറ്റുമോ? രഹസ്യായിട്ട് കാണിച്ചു തരാനാ? ഓ, ആരാ? ഒരു കമലഹാസൻ. കമലഹാസനാ? ആ, കമലഹാസൻ അങ്ങനെ ഒരാളിവിടെ ഇല്ലല്ലോ. കൂട്ടാ, ചിലപ്പോ വീട്ടിൽ വിളിക്കുന്ന പേര് വല്ല ആയിരിക്കൂടാ. നീ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. നിനക്ക് ഞാൻ പൈസ തരാടാ. ഞാൻ തൂറിട്ട് വന്നിട്ട് അന്വേഷിച്ചാൽ മതിയാ? നിനക്ക് എത്ര മിനിറ്റ് വേണം? എനിക്കൊരു 10 മിനിറ്റ് വേണം. 5 മിനിറ്റ് തരും. പോയി വാ. നിനക്കായി ഒരു 50 രൂപയുമായി ഞാനിവിടെ കാത്തിരിക്കും. ഹാവ് എ ബ്ലാസ്റ്റ്. താങ്ക്സ്.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഐ നീഡ് മോർ ഇൻഫർമേഷൻസ്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 3 വർഷം. കുട്ടികൾ ഇല്ല. വേണ്ടെന്ന് വെച്ചതാണോ അതോ? അങ്ങനല്ല, കിട്ടാഞ്ഞിട്ടാ. ഡോക്ടറെ കാണിച്ചില്ലേ? കാണിച്ചു. എൻ്റെ കുഴപ്പമെന്നാ പറയുന്നത്. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. സംഗീതയ്ക്ക് സുഹൃത്തുക്കൾ ആരെങ്കിലും? പെമ്പിള്ളേരല്ലാത്ത ഒരൊറ്റ ഒരെണ്ണത്തിനെ ഞാൻ എൻ്റെ വീട്ടിലടുപ്പിക്കൂല. ഉം. പിന്നെ എൻ്റെ അറിവിൽ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതൊന്നും നോക്കില്ല. അല്ലെങ്കിലും അങ്ങനെ വരില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ കത്തെഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, അത് മാത്രമല്ല, ഞാനില്ലാത്ത സമയം അവൾ പുറത്ത് പോയാലോ വേറെ ആരെങ്കിലും അകത്ത് വന്നാലോ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എങ്ങനെ? കാരണം അവിടെ ജംഗ്ഷനിലാണ് എൻ്റെ ഒരു വകയിലൊരു അനിയൻ്റെ കട. അവൻ്റെ കണ്ണുവെട്ടിക്കൽ ഇത്തിരി പാടാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കൂടെ എപ്പോഴും ഈ നാറി ഈ കത്ത് കൊണ്ട് കൊടുത്തു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരി, ഫോണല്ല കമ്മ്യൂണിക്കേഷൻ മാർഗമെങ്കിലും ഒരിക്കൽ പോലും നിങ്ങൾ അവളുടെ ഫോൺ പരിശോധിച്ചിട്ടില്ലേ? ഇല്ല. എന്തുകൊണ്ട്? കാരണം എനിക്ക് അവളെ പാസ്വേഡ് അറിഞ്ഞൂടാ. അതങ്ങ് ചോദിച്ചാ പോരെ? ഇല്ല. എങ്കിൽ അവൾ എൻ്റെ പാസ്വേഡ് ചോദിക്കും. ചോദിച്ചാ കൊടുക്കണം. ഇല്ല, എനിക്ക് ചില രഹസ്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് രഹസ്യം? എനിക്കതൊന്നും ഇപ്പം നിങ്ങളടുത്ത് പറയാൻ പറ്റൂല. സി മുരളി ചേട്ടാ, ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞാൽ മാത്രമേ ഈ കേസിന്റെ അന്വേഷണം മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അത് 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 ഞാൻ ഇടയ്ക്കിടെ ഈ ചില വിദേശയാത്രയൊക്കെ നടത്താറുണ്ട്. വിദേശയാത്രയോ? ആ, വിദേശയാത്ര. ഒരു മിഡിൽ ക്ലാസ് ആയ നിങ്ങൾക്ക് എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിദേശയാത്ര ചെയ്യാനുള്ള പൈസ കിട്ടുന്നത്? അതിന് പൈസയൊന്നും വേണ്ട, VPN ഇട്ടാ പോവാം. എനിക്ക് മനസ്സിലായില്ല. തുണ്ടാ? അത് ഈ വിദേശ ചലച്ചിത്രങ്ങളിൽ നിന്നും ചീന്തിയെടുത്ത തുണ്ട് ശകലങ്ങൾ. എന്താ ഉദ്ദേശിക്കുന്നത്? ബ്ലൂ ഫിലിം. ഓ, അപ്പോ ചേട്ടൻ ഞാൻ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരാളല്ല. അയ്യോ, അല്ല. അല്ല. എന്നെ കാണുമ്പോൾ ഈ പരുക്കനൊക്കെ ആണെങ്കിലും ഞാനൊരു തരളിത ഹൃദയനാണ്. അതുകൊണ്ടാണ് എൻ്റെ ഭാര്യയുടെ കേസ് അന്വേഷിക്കുന്ന വെറും ഒരു ഡിറ്റക്റ്റീവ് ആയിരുന്നിട്ട് പോലും കുട്ടിക്ക് ഞാൻ ഈ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നത്. ഗിഫ്റ്റോ? എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട. ആദ്യം കേസ് തെളിയിക്കാൻ പറ്റുമോ നോക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം. അയ്യോ, അങ്ങനെ പറയരുത്. കേസ് അന്വേഷണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും എൻ്റെ മനസ്സിലെ രഹസ്യങ്ങൾ മുഴുവൻ ഞാൻ തുറന്നു പറഞ്ഞത് കുട്ടിയോട് മാത്രമാണ്. എന്തോ എനിക്കിപ്പോൾ ഒരു വല്ലാത്ത ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. ഒരു ഭാരം ഒഴിഞ്ഞു പോയ പോലെ. ഇതുപോലെ എന്തും തുറന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു സൗഹൃദമാണ് ഞാൻ കുറേ കാലമായിട്ട് അന്വേഷിച്ച് നടക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു അപേക്ഷയായി ഈ ഗിഫ്റ്റ് ഒന്ന് കൂട്ടണം. ഇതാണോ ഗിഫ്റ്റ്? അതെ. കുട്ടിയും കുട്ടിയുടെ ഭർത്താവിനെയും അന്ന് ആദ്യ ദിവസം കണ്ടപ്പോഴേ ഒരു വിജ്ഞാനത്തിൻ്റെ കുറവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത് മികച്ച ഒരു പുസ്തകമാണ് കുട്ടി. 47 തവണ ഞാൻ ഈ പുസ്തകം വായിച്ചു. ഇതിലെ അക്ഷരങ്ങളെക്കാൾ ഉപരി എന്നെ ഹഠാത് ആകർഷിച്ചത് ഇതിലെ ചിത്രങ്ങളാണ്. കുട്ടി ഇത് വായിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഏത് രാത്രിയും വിളിക്കാം, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. എന്നും ഈ കഞ്ഞിയൊക്കെ കുടിച്ചിരുന്നാൽ മതിയോ? വല്ലപ്പോഴും ഒരു ബിരിയാണിയൊക്കെ കഴിയണ്ടേ? കുട്ടിക്ക് വിരോധമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കന്യാകുമാരി പോയി മുറിയൊക്കെ എടുത്ത് ഒരു ബിരിയാണി അങ്ങ് കഴിച്ചാലോ? ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നത് ഇതാണ്. ഏത്? നീ എന്താ ഇവിടെ കിടന്നാണ്? എന്താടാ ചേട്ടാ, അത് നീ ഇവിടെ പിള്ളേർക്ക് പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ കാറി കയറ്റോല്ലടാ. ആര്? ഞാനാ? ഓ, നീ തന്നെ. എന്നാര് പറഞ്ഞു? അവയെല്ലാം പറഞ്ഞടാ. ഈ ചെറുക്കന്മാരെ പിഴപ്പിക്കുമല്ലടാ. ആര്? അവനാ? അവൻ തന്നെ. ചേട്ടാ, കള്ളോട് പറഞ്ഞ ഞാൻ ഒന്നും ചെയ്തില്ല. എന്താ ചേട്ടാ, ഞാൻ ഒരു സർവേ എടുക്കാനായിട്ട് ഐഡി കാർഡ് കൊണ്ടേട്ടാ. എന്റെ ഐഡി കാർഡ് ഉണ്ട്, ഞാൻ പേഴ്സണുണ്ട് കാണിച്ചു. പേഴ്സ് കാണാനില്ല കേട്ടോ. ഒരുത്തരം തല്ല ഒരു അവസരം കിട്ടിയാൽ മതി, കേറി അങ്ങ് പൊതിഞ്ഞോണം തേനീച്ചക്കൂട്ടം പോലെ. മക്കളെ, ഒന്നും തോന്നല്ലേടാ. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ പയ്യനെടുത്ത് ഇവരവിടെ പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് ഇവരെല്ലാം കൂടെ തല്ലി ചതച്ച് ഇഞ്ച പഴുവാക്കി. ഞാൻ ഓടി വന്നപ്പോഴത്തേക്കും ആശുപത്രി കൊണ്ടുവന്ന അവസ്ഥയാക്കി. എന്താണോ നോക്കുന്നേ? നിന്റെ ഒക്കെ പോരിയ മാറ്റിത്തരാം.
കേട്ടോടാ? ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. പക്ഷെ എനിക്കിതിന് നിനക്ക് തിരിച്ചു തരാൻ അറിയാൻ പാടില്ല. നീ ഒരു പെണ്ണായിപ്പോയി. പെണ്ണായോണ്ട് എന്താടാ? നീ എന്തിനാണ് കിടന്ന് തിളക്കണേ? നിന്റെ ആ കിഴങ്ങൻ ഭർത്താവിനെക്കാളും എനിക്ക് ഉയരമില്ലേ, എനിക്ക് സൗന്ദര്യമില്ലേ, എന്റെ പൈസയില്ലേ, എനിക്ക് ശരീരമില്ലേ. പിന്നെ അവന്റെ കൂടെ കിടക്കാൻ പിന്നെ എന്റെ കൂടെ കിടന്ന എന്തായാലും കുഴപ്പം? ഏത് ഗന്ധർവം വന്ന് വിളിച്ചാലും തല കൊണ്ട് ചിന്തിക്കാതെ താഴെ കിടക്കണ കൊണ്ട് ചിന്തിക്കുന്ന നിന്നെ പോലൊരുത്തം വന്ന് ഇളക്കിയാലുടനെ കൂടെയുള്ളവനെ മറന്ന് കൂടെ കിടക്കാൻ ഞാൻ നിന്റെ ഭാര്യ സംഗീതയല്ല. എന്റെ ദേഹത്ത് തൊട്ടാ നീ ചെയ്താലേ പുറലോകം അറിയും. നോക്കണ്ട, ഞാൻ നിന്റെ അടുത്ത് നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴേ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എന്റെ ഫോണിൽ റെക്കോർഡർ ഓൺ ആക്കിയിരുന്നു. നിന്റെ അമ്പി റമോ അന്യ ട്രാൻസ്ഫോർമേഷൻ എല്ലാം അതിൽ പതിഞ്ഞിട്ടുണ്ട്. ഒരു കേസിലാക്കി നിന്നെ അകത്താക്കിയല്ലേ കമലഹാസന് പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമായല്ലോ. എന്തു പറയുന്നു? പെങ്ങളെ ചതിക്കല്ലേ. ഓ, ഇപ്പൊ അന്യമാറി അമ്പിയായല്ലോ. വേറെ നിവൃത്തിയില്ലല്ലോ. ഞാൻ ഇവിടെ വന്നിട്ടുമില്ല, പെങ്ങൾക്കൊന്നും തന്നിട്ടുമില്ല. എന്നാ ആങ്ങളെ ഗിഫ്റ്റ് കൊടുത്ത് സ്ഥലം വിടൂ. അപ്പൊ എന്റെ കേസ്? പേടിക്കണ്ട, ഞാൻ നിങ്ങളെപ്പോലെ എത്തിക്സ് ഇല്ലാത്ത ഒരാളല്ല. ഇനിയില്ലേ 2 ദിവസം. 2 ദിവസം കൊണ്ട് കേസ് തീർക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആയിക്കോ. ശരി പെങ്ങളെ. ആങ്ങളൊന്ന് നിന്നേ. എന്നെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് ആക്കുവോ? എന്നെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലൊന്ന് ആക്കുവോ? ആ, മാറ്. ഇത്തവണ ആദ്യത്തെ അടി എന്റെ വക. ആരും തിരക്ക് കൂട്ടണ്ട, എല്ലാവർക്കും അവസരമുണ്ട്. ക്യൂ പാലിക്കുക. ഇപ്പൊ എല്ലാവരും ആയില്ലേ? ഇതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ശരി, എല്ലാവരും പിടിഞ്ഞു നോക്കോ. പോട്ടെ. ആ പിന്നെ എല്ലാരും വൈകുന്നേരം മീറ്റിംഗ് എത്തിക്കോണം. ഓക്കെ. എന്റെ പേഴ്സ് അവൻ തന്നെ. ഇറങ്ങാം. പക്ഷെ എന്തിനിങ്ങനെ ഒരു ബ്രേക്ക് പിടുത്തം? ഇതെന്തിനിങ്ങനെ ഒരു ബ്രേക്ക് ഇട്ടെന്ന് മനസ്സിലാക്കാതിരിക്കാനേ ഞാൻ പൊട്ടിയൊന്നുമല്ല. സംഗീത. സംഗീതയോ? എവിടെ? കണ്ടില്ലേ? ഇല്ല. തോണ്ടാ പറതിട്ട് പോണണ്ട. അത് സംഗീതയാണെന്ന് എങ്ങനെ ഉറപ്പിച്ചു? അവൾ എന്റെ മുമ്പിൽ എന്ത് വേഷം കെട്ടി ഇറങ്ങിയാലും അവളെ കാലില കൂതറ ചെരുപ്പ് കണ്ടാൽ എനിക്കറിയാം അത് സംഗീതയാണെന്ന്. അപ്പൊ ഇവൾ ഇങ്ങനെയാണ് എന്റെ കണ്ണ് വെട്ടിച്ച കമലഹാസന്റെ അടുത്ത് പോണത്. ഇപ്പൊ പോയ രണ്ടിനെയും കയ്യോടെ പിടികൂടാം. യെസ്, കം ഓൺ, ഫോളോ ഹർ. യെസ് ഡിറ്റക്റ്റീവ്. ഒരു പഠിച്ച കള്ളി തന്നെ. സത്യം. ഇത്രയും മൂടിപ്പൊതിച്ച് വന്നിട്ട് നിങ്ങൾ എങ്ങനെ അവളുടെ ചെരുപ്പ് സ്പോട്ട് ചെയ്ത്? നമ്മൾ ഡിറ്റക്റ്റീവ്സിന് പോലും ഇത്രയും ഒബ്സർവേഷൻ സ്കില്ലില്ല. അത് സ്കില്ലും പുല്ലും ഒന്നുമല്ല. പെണ്ണാണോ ഞാൻ അടിമുടി നോട്ട് ചെയ്തിരിക്കും. ബാ. വായി നോക്കി. ഓ, അപ്പൊ ഇതാണ് കമലഹാസന്റെ ഹോം ഗ്രൗണ്ട്. ആർക്കറിയാം, അവൻ ഓവർസീസ് മാച്ചും കാണുവേ. വാ, എന്തായാലും നമുക്ക് അകത്ത് പോയി നോക്കാം. ഇന്നവന്റെ ഫൈനലായിരിക്കും.
എനിക്കറിയാം. ശരി ശരി, സമയം കളയാതെ വാ. നിക്ക്, ഞാൻ ഇതൊന്ന് ഊരിക്കോട്ടെ. വാ, സോ ഹോട്ട്. എടാ ഹോട്ട് മോനെ, നീ എന്താ എന്നെ പറ്റി വിചാരിച്ചേ? ഞാൻ ഒരു മണയെന്നോ, ഞാൻ ഒരു പഴമെന്നോ, ഞാൻ ഒരു മുണ്ണയെന്നോ, ഞാൻ ഒരു പൂഞ്ചെന്നോ? നിർത്ത് ചേട്ടാ. നിർത്തി തരാടി. ചേട്ടാ, നിർത്താൻ. ഈ കൊക്ക് തലേനെ ഞാൻ ഇന്ന് ഞോടും. ഒന്ന് നിർത്തേ. സത്യം ചേട്ടാ, കുട്ടികൾ ഉണ്ടാവാത്തോണ്ട് മാന്ത്രിക ചരട് വാങ്ങിക്കെട്ടാനാ ഞാൻ ഇവിടെ വന്നത്. ചോദിച്ചപ്പോൾ നിങ്ങൾ സമ്മതിക്കാത്തോണ്ടല്ലേ ഈ വേഷം കെട്ടേണ്ടി വന്നത്? അപ്പൊ ഇയാൾ സോ ഹോട്ട് എന്ന് പറഞ്ഞതാ? അത് ഈ വിളക്കൊക്കെ അണയാതിരിക്കാൻ ഫാൻ ഓഫ് ചെയ്തുകൊണ്ട് ആവി എടുത്ത് ചൂടായിട്ട് പറഞ്ഞല്ലേ. നോക്കൂ ഭർത്താവേ, നിങ്ങളുടെ മൂലത്തിനാണ് പ്രശ്നം. എന്റെ മൂലത്തിനാ? അതെ, നിങ്ങളുടെ മൂലത്തിന് നേരെയാ ശനിയുടെ ലക്ഷ്യം. ഓ, ആ മൂല. ഇറ്റ്സ് ഇൻക്രെഡിബിൾ. പക്ഷെ പരിഹാരമുണ്ട്. ചന്ദ്രനിൽ ചോതിയിൽ കൂടിപ്പോയാൽ 6×5 = 35. ഒരു 35,000 വീശിയാൽ നിങ്ങളുടെ മൂലം ശുക്രന് നേരെ തിരിക്കാം. എന്റെ മൂലം തിരിഞ്ഞാ കുട്ടികളുണ്ടാവോ? സല്ലേ, എന്റെ മാന്ത്രിക ശക്തിയെ കുറിച്ച് അറിഞ്ഞൂടാത്തോണ്ടാണ് ആണുങ്ങൾ അവരെ പ്രീപ്പിച്ചിരിക്കുന്നത്. പിന്നെയാണ്. അപ്പോ എന്തു പറയുന്നു? ഡീൽ ഓർ നോ ഡീൽ? ഡീലെന്ന് പറ ചേട്ടാ. ഡീൽ. ഹൈ നാ ആ വാതിലങ്ങട അടയ്ക്കിയ. ചൊല്ലിക്കോള്. അസ്തപൂസ്ത ഇന്ദ്രഗള്ള അൽസുബുവേ. അവൻ എടുത്തില്ലേ? പിന്നെ എന്താണ് അവൻ എൻ്റെ അടുത്ത് ഇത്ര പ്രശ്നം? ഞാൻ നിനക്ക് പൊറോട്ട ഇറച്ചി വാങ്ങിച്ചേരാന്ന് പറഞ്ഞു കാറി കേട്ടാ നോക്കിയല്ല. ഇല്ല. പിന്നെ എന്താ നിനക്ക് എന്റെ അടുത്ത് ഇത്ര ചൊറിച്ചില്? ചേട്ടാ, കമലഹാസൻ ആരെന്ന് നോച്ചതിന് മുന്നേ. ഓ, അപ്പൊ നിനക്ക് കമലഹാസനെ അറിയാം? എനിക്ക് അറിഞ്ഞൂടാ. ആടാ കമലഹാസൻ. എനിക്ക് അറിഞ്ഞൂടാന്നല്ലേ പറഞ്ഞത്. എടാ, എനിക്ക് അവനെ ഓൾമോസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. നീ കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ അവനെ പൂട്ടും. പക്ഷെ നീയായിട്ട് കാണിച്ചു തന്നാ നിന്നെ ഈ പണിയെന്ന് ഞാൻ ഊരിവിടാം. പക്ഷെ ഞാനായിട്ട് കണ്ടുപിടിച്ച കമലഹാസനെയും കമിഴ്ത്തും, നിന്നെയും കമിഴ്ത്തും. പറടാ, ആടാ കമലഹാസൻ? ഞാനാണ് കമലഹാസൻ. നീയാ? ഓ, ഒരബദ്ധം പറ്റിപ്പോയേട്ടാ. എന്നൊന്നും ചെയ്തേട്ടാ. നിന്നെ ഞാൻ ഒന്നും ചെയ്യൂല. പക്ഷെ നിന്നെ കിട്ടാൻ കാത്തിരിക്കണ വേറൊരാളാണ്. അയാളൊന്നും ചെയ്യാതിരിക്കാൻ നീ പ്രാർത്ഥിക്കേ. ചേട്ടാ,